നാരായണൻകുട്ടി, ആ സാറേ. ഒരു ചായ. ഇതാ സാറേ. എന്താ സാറേ നമ്മുടെ കോളേജിൽ ഭയങ്കര ബഹളം? അത് തേർഡ് ഇയേഴ്സിൻ്റെ ഫെയർവെല്ല. ആ മില്ലിയനെയൊക്കെ അല്ലേ, എന്തോ വലിയ ഗംഭീര പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ ഡാ നാരായണൻകുട്ടി. ആ സാറേ, ഇത് എൻ്റെ മോനാ സാറേ. ആ സാറിനറിയാലോ, ഈ കോളേജിലെ സാറന്മാർക്കും പിള്ളേർക്കും ചായ വിറ്റിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പോറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ ഇവിടെ പഠിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം. ഇവനാണെങ്കിൽ കുറേ സിനിമാ ഭ്രാന്തും കുറേ പന്ത് കളിയുമൊക്കെ ആയിട്ട് പ്രീ ഡിഗ്രി ആ വഴിക്ക് അങ്ങ് പോയി കിട്ടി. പിന്നെ ഞാൻ ഇവനെ എൻ്റെ കൂടെ അങ്ങ് നിർത്തി. എന്നാലും എൻ്റെ സാറേ, തേർഡ് ഇയേഴ്സിൻ്റെ ഫെയർവെല്ല് ഗംഭീരമായിട്ടുണ്ട്. ഇതാ സാറേ ചായ. തേർഡ് ഇയേഴ്സിൻ്റെ പരിപാടി കൊള്ളാലോ സാറേ. കാലം എത്ര കഴിഞ്ഞാലും തേർഡ് ഇയേഴ്സിൻ്റെ ഫെയർവെല്ലിന് ഒരു മാറ്റവും ഇല്ലല്ലോ. അച്ഛനില്ലാത്തൊരു തേർഡ് ഇയർ ഫെയർവെൽ ആദ്യമായിട്ടല്ലേ സാറേ? എന്തായാലും കൊള്ളാം. ഇതാ സാറേ, തേർഡ് ഇയേഴ്സിൻ്റെ ഫെയർവെൽ കൊള്ളാമല്ലേ? തകർത്തു സാറേ. തേർഡ് ഇയേഴ്സിൻ്റെ ഫെയർവെൽ പൊളിച്ചല്ലേ സാറേ? തേർഡ് ഇയേഴ്സിൻ്റെ ഫെയർവെൽ പൊളിച്ചല്ലേ? അടിപൊളിയായിരുന്നു സാറേ. തേർഡ് ഇയേഴ്സിൻ്റെ ഫെയർവെൽ പൊളിച്ചല്ലേ? पूरे देश में आज रात 12 बजे से संपूर्ण लॉकडाउन होने जा रहा है. സാറേ സാറേ, കൊറോണയൊക്കെ മാറി, കോളേജൊക്കെ വീണ്ടും തുറന്നു. പക്ഷേ തേർഡ് ഇയേഴ്സിൻ്റെ ഫെയർവെൽ ഇപ്പോഴും പഴയ പോലെയൊക്കെ തന്നെയാണ്. സാറിതെവിടെയായിരുന്നു? എടോ, ഞാൻ ഈ കൊല്ലം ഇവിടെ നിന്ന് ഇറങ്ങുമോ? തൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു തന്നെ ഈ കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളത്. തനിക്കും വേറെ പല പല ഇഷ്ടങ്ങളായിരുന്നല്ലോ. തന്നെപ്പോലെ തന്നെ ആടോ തൻ്റെ മോനും. അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ സിനിമയോ പന്ത് കളിയോ ലോകത്തുള്ള എന്ത് വേണമെങ്കിലും പഠിക്കാം. താനും ഇനി തേർഡ് ഇയേഴ്സിൻ്റെ ഫെയർവെൽ നോക്കിയിരിക്കണ്ട. சாமியே நான் தானே தெரியுமா? சிவகாமியே சிவனில் நீயும் பாதியே, அதுவும் உனக்கு புரியுமா? சுபலாலி லாலியே லாலி லாலியே அபிராமி லாலியே.